ഇത് മുമ്പ് ആരോ ഊരി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു സ്പീഡോമീറ്ററാണ്. കാരണം ഇതിൻ്റെ ഈ ഒരു പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വളഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇതുമ്മ ടച്ചായിട്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇനി നമുക്ക് എന്തായാലും തിരിച്ച് അസംബിൾ ചെയ്യാം. അതിനു മുമ്പ് മറ്റേ ഒരു പോർഷനും കൂടി നമുക്ക് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ക്ലീനിങ്ങിൻ്റെ പോർഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്കെല്ലാം ഞാൻ ഇത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ആക്കുന്ന രീതി അത് നിങ്ങളെ ഇഷ്ടമാണ്. എന്തായാലും അവസാന ഘട്ടത്തിൽ വരുന്ന സമയത്ത് ഇതിലൊരു തുള്ളി വെള്ളം ഉണ്ടാവരുത്, അതാണ് വേണ്ടത്. ഇത് വെള്ളം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് നമ്മളുടെ ലൈറ്റ് വരുന്നത്, ഈ ചെറിയ ലൈറ്റ് എങ്ങനെ വരുന്നു അതുപോലെ തന്നെ വലിയ ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ വരുന്നു, അതുപോലെ LED വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് എങ്ങനെ വരുന്നു, ഈ ഒരു 3 പോർഷൻ നമുക്ക് ഇപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ LED-ൻ്റെ എടുക്കാം. ഈ ഒരു ഗ്യാപ്പിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കും. ഇതുണ്ടോ, വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമുള്ള പണിയല്ല. നിങ്ങൾക്ക് ഇത് ഈസിയായിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. സ്പീഡോമീറ്റർ ഊരുക, നിങ്ങളുടെ അടുത്ത ലോക്കൽ സ്റ്റോറിൽ പോവുക, വാങ്ങാം. എന്നിട്ട് ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു പോർഷനിലേക്കായിട്ട് ചെറിയൊരു രീതിക്കാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ സാധാ ബൾബ് ഇരിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ഒരു സിൽവർ കളറുള്ള സ്റ്റിക്കർ, നമ്മളെ സ്റ്റിക്കർ കട്ടിങ്ങിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. നല്ല റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെളിച്ചം കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലായിട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി. അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി അസംബിൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പോർഷനിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഇതിൻ്റെ അസംബ്ലിങ് പാർട്ടാണ്. അപ്പോൾ അസംബ്ലിങ്ങിൻ്റെ ഇത് കണ്ടോ, ഇതിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ ലോ അതിൻ്റെ ഇതാണ്. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു ചെറിയ രീതിക്കാണ് ഇതിൻ്റെ കട്ടിങ് വരിക. അപ്പോഴാണ് ഈ ഒരു ഇതിലേക്ക് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമുക്കിതിനെ കറക്റ്റായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക, അത്ര മാത്രമേ അതിൻ്റെ വരുന്നുള്ളൂ. സെക്കൻഡായിട്ട് നമ്മളുടെ 4 വീൽ ഡ്രൈവ് ഹൈ ആൻഡ് ലോ, നമ്മളുടെ 4 വീലിൻ്റെ എൻഗേജ് ചെയ്യുന്ന അവിടുത്തെ ഭാഗവും അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെയും നമ്മൾ വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് വരുന്നത് നമ്മളെ സ്പീഡോമീറ്ററാണ്. സ്പീഡോമീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കതിനെ തിരിച്ച് അതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ഈ പോർഷനിലായിട്ട് ഒരു കട്ടിങ് വരുന്നുണ്ട്, ഈ പോർഷനിലായിട്ട് ഒരു കട്ടിങ് വരുന്നുണ്ട്, ഇതാ ഈ ഒരു പോർഷനിലായിട്ട് ഒരു കട്ടിങ് വരുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇറങ്ങിയിരുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടു. ഇപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാക്കിൽ ഇതിൻ്റെ പേപ്പറാണ്. പേപ്പർ ഇടുമ്പോഴും നമുക്ക് വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിതിൻ്റെ പൊസിഷൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ആൾറെഡി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈസി ആയിട്ട് ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുക, ജസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഈ ഒരു കട്ടിങ് ഉള്ള പോർഷൻസ് എല്ലാതും ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഇപ്പോൾ നമ്മളങ്ങനെ ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ലൈറ്റുകൾ ഞാൻ ആദ്യം തന്നെ വെക്കുന്നില്ല, കാരണം ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് തിരിച്ചു വയ്ക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്കിനി നമ്മളുടെ ടെമ്പറേച്ചർ മീറ്ററും അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ മീറ്ററും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെയ്യാം. ഈ ഒരു പോർഷനിലാണ് നമുക്കിത് വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതിലേക്ക് ജസ്റ്റ് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇതൊന്നും ബലം പിടിച്ച് ചെയ്യരുത്, കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് റിപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. പൊതുവെ ജിപ്സിയുടെ സാധനങ്ങൾ കിട്ടണമെങ്കിൽ തന്നെ റിസ്ക്കാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മളങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കറക്റ്റ് പൊസിഷനിലേക്ക് വയ്ക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്ലിയറായി. ഇനി നമ്മളുടെ ഫ്യൂവൽ മീറ്ററിൻ്റെ ആ ഒരു ഭാഗം തിരിച്ച് അതേപോലെ തന്നെ വയ്ക്കാം. അങ്ങനെ നമ്മളുടെ ഫ്യൂവലിൻ്റെ ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളൊരു പോസിറ്റീവും നെഗറ്റീവും
ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനലിലും അതുപോലെ തന്നെ പോസിറ്റീവ് ടെർമിനലിലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. നമ്മളുടെ ഫ്യൂവലിൻ്റെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് ഫുള്ള് വരേക്കും കയറുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളുടെ ടെമ്പറേച്ചർ ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു ടെമ്പറേച്ചർ മീറ്ററിൻ്റെയും സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ മീറ്ററും നമ്മൾ ക്ലിയറായി. അപ്പോൾ നമ്മളുടെ 2 മീറ്ററിൻ്റെയും വർക്കിംഗ് ക്ലിയർ ആയിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിൾ പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കൂടെ ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കൽ തന്നെയാണ്. അപ്പോൾ വാർണിംഗ് സിമ്പിൾ ഉണ്ട്, ബാറ്ററി ഉണ്ട്, അതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ ഓയിലിൻ്റെ വരുന്നുണ്ട്, നമ്മളുടെ എൻജിൻ്റെ ആ ഒരു പോർഷൻ്റെതും വരുന്നുണ്ട്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് കറക്റ്റായിട്ട് വെക്കുമ്പോൾ ഒന്ന് പശ വെച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും അത് ചെയ്യുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഒരു ചെറിയൊരു പശേൻ്റെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഗ്ലാസ്സാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നമ്മളുടെ കണ്ണട തുടയ്ക്കുന്ന ആ ഒരു തുണി വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് അത് ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു 2 പോർഷൻസും പക്കയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് പിന്നെ ഫൈബർ ഗ്ലാസ് ആയതുകൊണ്ട് ഇതിനെ ഓവറായിട്ട് ക്ലീൻ ആക്കാൻ പറ്റില്ല. എത്രത്തോളം ക്ലീൻ ആക്കാൻ നോക്കുന്നോ അത്രത്തോളം നമ്മൾ വര വീണുകൊണ്ടിരിക്കും. എന്തായാലും ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതാ ഇതിൻ്റെ ഈ ഒരു പോർഷൻ കൂടി. പിന്നെ മാക്സിമം നമ്മൾ കയ്യിൻ്റെ പാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കി നല്ല രീതിയിൽ ഒരു സാനിറ്റൈസർ ഇട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല മെച്ചമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് ഗ്ലൈസിങ് കാര്യങ്ങൾ കിട്ടും. പിന്നെ ഇത് ഊരെടുക്കാനുള്ള വഴി നിങ്ങൾക്ക് മുമ്പേ കണ്ടല്ലോ, ഏറ്റവും സിമ്പിൾ കലാപരിപാടിയാണ്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്കറിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ആ ഒരു പോർഷനും കൂടി നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ച് വയ്ക്കാം. അപ്പോൾ തിരിച്ച് വയ്ക്കുമ്പോഴും ഇത് കണ്ടോ, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഈ 2 കട്ടിങ്ങുമ്മിലാണ് ഇതാകെ നിൽക്കുന്നത്. ഇതിന് വേറെ എവിടെയും നെറ്റ് ബോൾട്ട് കാര്യങ്ങളൊന്നും പിടുത്തില്ല. ആകെ എത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതവിടെ പക്ക സ്റ്റേ ആവും. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ളതാ ഈ ഒരു കട്ടിങ്ങുമ്മിലാണ് പിന്നെ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനെ തിരിച്ചിതാ ഇതേപോലെ തന്നെ തിരിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ള ബാക്കി ലൈറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് 8 ചെറിയ ലൈറ്റുകളും 2 വലിയ ലൈറ്റുകളും വരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നിലേക്ക് അതേപോലെ തന്നെ തിരിച്ചു വയ്ക്കാം. നമ്മളുടെ വലുത് 2 ഏറ്റവും ടോപ്പിലായിട്ട് വരും. അപ്പോൾ അത് വയ്ക്കുക, ആൻറ്റി ക്ലോക്ക് വേസ് തിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് ഇതിനൊരു കട്ടിങ് വരുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പ്ലേസ് ചെയ്തിരിക്കും. ഒറ്റത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുകയൊന്നുമില്ല. നമ്മൾ വെക്കുന്നത് പ്രോപ്പർ അല്ലേ, ഇതുണ്ടോ ഇതാവും. അപ്പോൾ കറക്റ്റായിട്ട് വയ്ക്കുക, തിരിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി കൂടി വേഗം വെച്ച് തീർക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു പോർഷനും കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിരുന്നു. നമ്മൾ നേരത്തെ കണ്ട രീതിക്ക് തന്നെയാണ് ക്ലീൻ ചെയ്തെടുത്തത്. എന്തായാലും അത് നിങ്ങളിഷ്ടം നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളുടെ സ്പീഡോമീറ്ററിൻ്റെ ഏകദേശം കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്പീഡോമീറ്റർ ആഫ്റ്റർ ആൻഡ് ബിഫോർ അത് എത്രത്തോളം കണ്ടാൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. നമുക്കെന്തായാലും ഒന്നും കൂടി ശരിക്കും നോക്കാം. ഇത് കണ്ടോ, ഏകദേശം ഒരു പുതിയ മോഡലിനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ റീസ്റ്റോറേഷൻ കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു പോർഷൻ ഇതിൻ്റെ മുമ്പിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു അസംബ്ലിങ് ആൻഡ് ഡിസസംബ്ലിങ് എന്ന് പറയാം, ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാര്യമായിട്ട് വരുന്നത്. ഈ പേപ്പറിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ വീഡിയോ ഏകദേശം ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ സ്പീഡോമീറ്ററിൻ്റെ അസംബ്ലിങ്ങും ഡിസസംബ്ലിങ്ങും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് മോഡിഫിക്കേഷൻ്റെ കലാപരിപാടി എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങളുടെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കർ ഒട്ടിക്കണോ, ലൈറ്റ് മാറ്റണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് ചെയ്യാം.
അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഏകദേശം പ്രോബ്ലം സോൾവിങ്ങും നിങ്ങൾക്ക് ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അതിൽ സന്തോഷം തന്നെയുള്ളൂ. വിളിക്കുന്നവരെ ഭൂരിഭാഗം പേരെയും ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഭൂരിഭാഗം എന്നല്ല, എല്ലാവരും കോൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെ ചിലവരെ കാര്യം പറയുന്നുള്ളൂ. ചിലവർ ഈ വീഡിയോസ് സ്കിപ്പ് അടിച്ച് കണ്ടിട്ട് വാലും തലയില്ലാണ്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക, അതെങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഏതാണെങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടേ ചെയ്യാറുള്ളൂ. കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്, സംഭവം ശരിയാണ്. പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയും ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങളത് കണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ, ഓക്കെയാണ്. അതല്ലാണ്ട് ഈ വാലും തലയും കണ്ടിട്ട് എന്നെ വിളിച്ച് അത് ഇതെന്ന് പറഞ്ഞ് ചോദിക്കാൻ നിൽക്കരുത്. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസ് തന്നെയാണ്. അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണുക, ഇൻട്രസ്റ്റിംഗ് ഉള്ളവർ ഇതാക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.